ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രകാശിനെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കുകയാണ് കിരൺ ചെയ്യുന്നത്. അപ്പോഴും കിരൺ പൂർണ്ണമായും പ്രകാശിനെ വിശ്വസിക്കുന്നില്ല, വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, മോൻക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ മോൻ എന്നെ ജയിലിൽ അടച്ചോ എന്ന് പറയുമ്പോൾ അപ്പോഴും കുറ്റപ്പെടുത്തുന്നത് വേറൊന്നല്ല, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മകനുമായിട്ട് അവിടെ ഒന്നിച്ച് കഴിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാഹുലാണ് ഇതിന്റെ പുറകിൽ എന്ന സത്യം പ്രകാശനും തിരിച്ചറിയുമ്പോൾ രാഹുലിനെ വകവരുത്താൻ തന്നെ അവൻ തീരുമാനിക്കണം. അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. രാഹുലാണെങ്കിൽ ഒളിവിലും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രകാശൻ രാഹുലിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ രാഹുല് അവന്റെ കയ്യിലൊരു തോക്കുണ്ടാവും, അത് പ്രകാശന് നേരെ ചൂണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ നിന്റെ മകളെയല്ലേ ഇപ്പൊ സ്നേഹിക്കുന്നത്? ഞങ്ങൾ നിന്നെ ജീവിതം ഇല്ലാതാക്കിയ അവള്, നിനക്ക് ഇപ്പൊ അവള് പറയുന്നതല്ലേ വേദവാക്യം എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് അത് അന്ന് നിന്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ രാഹുലിനെ. പ്രകാശൻ പറയുന്നത് ഇത്രയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, അതെ, ഞാൻ ഒരിക്കലും അവരെ സ്നേഹിക്കില്ല, അവരെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ മകൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ അന്ത്യം കുറിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് രാഹുൽ വിശ്വസിച്ച് പോകുന്നുണ്ട്. അങ്ങനെ രാഹുലിനും പ്രകാശനും കൂടിയിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ കിരണിന്റെയും ചന്ദ്രസേന്റെയും മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിനെ വകവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും പ്രകാശൻ തന്നെ ചതിച്ചതാണെന്ന കാര്യം രാഹുൽ തിരിച്ചറിയുന്നത്. ഇതിനിടയിലാണെങ്കിൽ വിക്രവും ഗംഗാപ്രസാദും ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുകയാണ്. അപ്പോഴും വിക്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എനിക്കൊരു ബാധ്യതയാണ്, തന്നെയല്ല അവരെയൊക്കെ കൊല്ലാൻ നിങ്ങൾ കൂട്ടുനിന്നില്ലെങ്കിൽ ഞാൻ കൊന്നിഞ്ഞ് എന്തായാലും ജയിലിലേക്ക് പോകും. ആ കല്യാണിയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, അതുപോലെ കാർത്തികയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശൻ അവൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. അവനെയും ഇതുപോലെ ചതിച്ചു കൊല്ലാൻ വേണ്ടി തന്നെ. അങ്ങനെ അവന് കൊടുക്കേണ്ട ഭക്ഷണത്തിൽ നമ്മുടെ പ്രകാശൻ വിഷം കലർത്തി കൊടുക്കുകയാണ്. അതോടുകൂടി പ്രകാശൻ തന്നെയാണ് ഇത്രയും വളർത്തി വഷളാക്കിയ നമ്മുടെ വിക്രത്തിന്റെ വിക്രത്തിന്റെ ജീവൻ എടുക്കുന്നതും പ്രകാശൻ തന്നെയാണ്. അതിനുശേഷം അവൻ ജയിലിലേക്ക് പോവാൻ അവന് യാതൊരു വിഷമവുമില്ല. തൻ്റെ പെൺമക്കളെ സുഖമായിട്ടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന തരത്തിലാണ് നടക്കുന്നത്. എന്തായാലും പ്രകാശന്റെ ആ ഒരു നല്ലൊരു മനസ്സ് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കലും അയാൾ ഇതൊന്നും അഭിനയിക്കുന്നതല്ല, ആത്മാർത്ഥമായിട്ട് അത് തന്നെയാണ് അയാളുടെ മാറ്റം എന്ന സത്യം അവരെല്ലാവരും തിരിച്ചറിയുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം നല്ല നല്ല എപ്പിസോഡുകൾക്കായി. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക് യു.